കോഴിക്കോട് സരോവരത്തെ വിജിൽ തിരോധാന കേസിൽ നിർണായക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. തണ്ണീർത്തടത്തിൽ ചതുപ്പ് നീക്കി നടത്തിയ അന്വേഷണത്തിൽ വിജിലിൻ്റേത് എന്ന് സംശയിക്കുന്ന അസ്ഥികൂടങ്ങൾ കണ്ടെത്തി. 8 ദിവസമാണ് സരോവരത്തെ ചതുപ്പിൽ തിരച്ചിൽ നടത്തിയത്. മഴയും വെള്ളക്കെട്ടുമെല്ലാം ആദ്യഘട്ടത്തിൽ വലിയ പ്രതിസന്ധിയായി. ആദ്യം വിജിലിന്റെ ഷൂ കണ്ടെത്തി. തൊട്ടു പിന്നാലെ വിജിലിന്റേതെന്ന് സംശയിക്കുന്ന അസ്ഥികളും കണ്ടെടുത്തു. ലഹരി ഉപയോഗത്തിനിടെ മരിച്ച വിജിലിനെ ചതുപ്പിൽ ചവിട്ടി താഴ്ത്തിയെന്നായിരുന്നു കസ്റ്റഡിയിലുള്ള വിജിലിന്റെ സുഹൃത്തുക്കളായ ദീപേഷും നിഖിലും രഞ്ജിത്തും പോലീസിന് നൽകിയ മൊഴി. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രതികൾ ചൂണ്ടിക്കാണിച്ച പ്രദേശത്തായിരുന്നു ആദ്യഘട്ട പരിശോധന. പ്രതികൾ കാണിച്ച സ്ഥലത്ത് നിന്നും 2 മീറ്റർ അകലിൽ നിന്നാണ് അസ്ഥികൾ ലഭിച്ചത്. തലയൊട്ടി ഉൾപ്പെടെയുള്ള ശരീരഭാഗങ്ങളും വിജിലിന്റേതെന്ന് കരുതുന്ന വസ്ത്രത്തിന്റെ ഭാഗവും പ്രദേശത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട്. ലഭിച്ച അസ്ഥികൾ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം, DNA തുടങ്ങിയ പരിശോധനകൾ നടത്തും. DNA പരിശോധന ഫലം വന്നാൽ മാത്രമേ മൃതദേഹം വിജിലിന്റേത് തന്നെയെന്ന് ഉറപ്പിക്കാൻ സാധിക്കൂ. 2019 മാർച്ച് 24-നാണ് വിജിലിനെ കാണാതാകുന്നത്. വെറുമൊരു മിസ്സിംഗ് കേസായി രജിസ്റ്റർ ചെയ്ത കേസിന്റെ ചുരുളഴിയുന്നത് 6 വർഷങ്ങൾക്ക് ശേഷമാണ്. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മിടുക്കാണ് കേസിന്റെ ചുരുളഴിച്ചത്. ജനം, കോഴിക്കോട്.